ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് MDTVയുടെ ചരിത്രത്തിൽ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ MDയോട് ചോദിച്ചിരുന്ന ഒരേ കാര്യം, പ്രൊഫഷൻ എന്താണ്, എന്റെ ജോലി എന്താണ്, അതായിരുന്നു ഇത്രയും കാലവും എല്ലാവർക്കും കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. അതെ, MDയുടെ ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഐ ആം എ ഗവൺമെന്റ് എംപ്ലോയി. പക്ഷേ കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും MD ഇതുവരെ കടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് കിട്ടിയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ തീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പൊ എന്തായാലും രാവിലെ 9 മണിയായി, എനിക്ക് ജോലിക്ക് പോകാൻ ടൈമായി. ഇന്ന് ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഈ അവിടെ ഒരു ചില ഫംഗ്ഷൻസും സെറമണീസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാഷ്വൽ ലുക്കിൽ പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും എല്ലാവർക്കും MDTVയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഓഫീസിലേക്ക് പോവുകയാണ്. നിങ്ങളെയും കൂട്ടി ഞാനിന്ന് തനിച്ച്. അപ്പൊ ഗായ്സ്, നമുക്ക് MDയുടെ ഓഫീസിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനിരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഗായ്സ്. റോഡ് പണി കാരണം ഒരു രക്ഷയില്ല. മനുഷ്യന് സ്വസ്ഥമായിട്ട് വണ്ടിക്കകത്തോട് യാത്ര ചെയ്യാൻ ഇപ്പൊ കേരളത്തിലുടനീളം നമുക്ക് സാധിക്കത്തില്ല. ഒരു റോഡ് പോലും ഇല്ല, നല്ല റോഡ്. എല്ലായിടത്തും കുത്തിപ്പൊളിച്ചും മറ്റേതും മറിച്ചതായി കണ്ടില്ലേ കോലം. നാഷണൽ ഹൈവേ പണി കാര്യമൊക്കെ നല്ലതാണ്, പക്ഷെ അവരുടെ കോർഡിനേഷൻ വളരെയധികം പരാജയമായിപ്പോയി. എല്ലാം കൂടെ ഒരേ സമയം കുത്തിപ്പൊളിച്ചിട്ട് ആർക്കും ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ നമ്മളെല്ലാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഒരുമാതിരി ഓഫ് റോഡിങ് പോണ പോലെയാണ് പോകുന്നത്. ഒരു നിമിഷം കായോ കാലോ ശ്രദ്ധ പോയാൽ ഇതിനകത്തോട്ട് കിടക്കും. അപ്പൊ ഇതേ റൂട്ടിലൂടെയാണ് ഈ ഞാൻ എല്ലാ ദിവസവും വണ്ടി ഓടിച്ച് എന്റെ ഓഫീസിലേക്ക് പോകുന്നത്. വണ്ടിയുടെ തന്നെ നെട്ടും പോയിട്ട് ഇളകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ വണ്ടാനം, അതെ, വണ്ടാനം മെഡിക്കൽ കോളേജ്. എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. സ്കൂളൊക്കെ തുറന്നത് കാരണം അന്യായ ബ്ലോക്കുകളാണ്. പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളുടെ തിരക്ക് കാരണം നമുക്ക് വണ്ടി ഓടിക്കാനോ കാൽനട യാത്രയ്ക്കോ ഒന്നും അവസരമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആലപ്പുഴ ഹരിപ്പാട് തന്നെയുള്ള തൊട്ട അയൽവക്കമായ പള്ളിപ്പാട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ പള്ളിപ്പാടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഞാൻ പോകുന്ന ആലപ്പുഴ നാഷണൽ ഹൈവേ NH66ലൂടെയാണ് പോവേണ്ടത് സാധാരണഗതിയിൽ. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ കൂടെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കുറെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഒരു വിഷയമുണ്ട്. അതായത് മറ്റൊന്നും കൂടെ അല്ല, നമ്മുടെ നാഷണൽ ഹൈവേ ഏകദേശം അമ്പലപ്പുഴയ്ക്ക് ശേഷം അങ്ങോട്ട് നല്ല തോതിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വണ്ടി നല്ലപോലെ ഡാമേജ് ആകും എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ ചെയ്യുന്നത്, നമ്മുടെ മഴയൊക്കെ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് ഞാൻ എടത്വ പോകുന്ന റൂട്ടിൽ പോയിട്ട് നേരെ പള്ളിപ്പാട് ചെന്ന് കയറുന്നതാണ് ഞാനിപ്പോ സാധാരണ ചെയ്യാണ്. അങ്ങനെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ദോഷത്തെ കുറിച്ച് പറയാം. ദോഷം എന്ന് പറഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്യണം. പക്ഷേ നമുക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. കാരണം അതുപോലെ അടിപൊളി റോഡാണ്. നമ്മുടെ AC റോഡിൽ പോകുന്ന പോലെ സ്ട്രെയിറ്റ് റോഡാണ്. ഒരു കുഴിയില്ല, ഒന്നുമില്ലാത്തൊരു അടിപൊളി റോഡായതുകൊണ്ട് നമുക്ക് കത്തിച്ചങ്ങ് വിടാം. പെർമിറ്റഡ് ലിമിറ്റിനകത്തുള്ളിൽ നമുക്ക് അടിച്ച് മിന്നിച്ച് വിടാം. അധികം ട്രാഫിക്കും ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ആ റൂട്ടേ ചൂസ് ചെയ്യാറുള്ളൂ സ്ഥിരമായിട്ട്. മഴ പോയതിനു ശേഷവും ഞാൻ ആ റൂട്ട് മാത്രമേ ഇപ്പൊ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്താ, ഇപ്പൊ അമ്പലപ്പുഴ കാക്കാനും പാലമായി നമുക്കിനി അമ്പലപ്പുഴ കച്ചേരി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കിഴക്കോട്ട് പിടിച്ച് നമുക്ക് പള്ളിപ്പാട്ടേക്ക് പോകാം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ടിക്കറ്റ് ഇടാം.
കച്ചേരി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പിടിക്കണം. ഇതിപ്പോ നമ്മൾ നേരെ ചെല്ലുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. ക്ഷേത്ര പരിസരത്തോട്ടാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരിക്കും നമ്മൾ നേരെ ചെല്ലുക. അപ്പൊ അവിടെയാണ് നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകുമ്പോഴാണ് നമ്മുടെ എടത്വ റൂട്ടിലോട്ട് നമ്മൾ കയറുന്നത്. ഇതും നല്ല അടിപൊളി റോഡായിട്ടാ. നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ വലിയ കട്ടറും കാര്യങ്ങളൊന്നുമില്ല. നല്ല മാനുഫാക്ചറിങ് ആണ് ഈ റോഡിന്റെയും. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്യാം, സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്യാന്നാണ് എന്റെ ഒരു മനസ്സിൽ. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ കിഴക്ക് പടിഞ്ഞാറേ നട എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് നേരെ കാണുന്നതാണ് അമ്പലപ്പുഴ ക്ഷേത്രം. അതിമനോഹരമാട്ടെ ഇതിനകത്ത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് പിടിച്ചത് ഇങ്ങനെ പോകണം. മിക്കവാറും ക്രോസ് കിട്ടാൻ സാധ്യത എല്ലാം കാണുന്നുണ്ട്. കാരണം അടുപ്പിച്ചിപ്പോ ഒരാഴ്ചയായിട്ട് എനിക്ക് ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, റെയിൽവേ ക്രോസിംഗ്. അടുപ്പിച്ച് എനിക്ക് എല്ലാ ദിവസവും ക്രോസിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത്തവണ ഇന്നും ക്രോസിംഗ് കിട്ടും എന്ന് തന്നെയാണ് ബലമായ വിശ്വാസം. കണ്ടോ, കിഴക്കേ നടയാണ്. നമുക്കിവിടുന്ന് ഇങ്ങോട്ട് പോകാം. അടിപൊളി റോഡാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസും വിഷ്വൽസും ആണ് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പാടമൊക്കെ ആവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രവും വളരെയധികം ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. കരിമാടിക്കുട്ടൻ എന്ന് അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് ഈ കാണുന്നത്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കരിമാടിക്കുട്ടൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് എത്തിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടനാടാണ് ആക്ച്വലി കാണുന്നതല്ല. കുട്ടനാട് ഏരിയ പോലെ ഇടത്തേക്ക് പറഞ്ഞ കുട്ടനാട് ഏരിയ ആണ് കേട്ടോ. അതിമനോഹരം എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. നല്ല റൂട്ടാണ്, റോഡും നല്ലതാണ്. റോഡിലൂടെ പോകുന്ന കാഴ്ചകളും മനോഹരമായിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം നല്ല മനോഹരമായ കാഴ്ചകളാണ്. നേരത്തെ നല്ല വെയിലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായാലും ഇരുണ്ട് മൂടി തുടങ്ങുന്നു. മിക്കവാറും മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വാക്ക് തന്നതുപോലെ തന്നെ റെയിൽവേ ക്രോസ് അടച്ചിരിക്കുകയാണ് മക്കളെ. കണ്ടോ? വേണ്ട ചേച്ചി, ഒരു തവണ എടുത്ത് പറ്റിക്കപ്പെട്ടതാ, ഇനി താല്പര്യമില്ല. കണ്ട കാഴ്ച, ഒരു ഡോക്ടറാണ്, ഒരു ലേഡിയാണ് വണ്ടി ഓടിച്ചത്. വേണ്ട ചേച്ചി, വേണ്ട. ഡോക്ടറാണ്, ഒരു ലേഡിയാണ് വണ്ടി ഓടിച്ചത്. 100-110 പോയത് ഈ ചേച്ചിയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ സ്മൃതി മണ്ഡപമാണ് ഈ കാണുന്നത്. ഞാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് വട്ടം. ഒരു മോണ്യുമെന്റ് ആണ് ആക്ച്വലി. ഇപ്പൊ ഇവിടെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം 2 കോടിയുടെ എന്താണ്ട് പദ്ധതിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതുണ്ടോ, 2 കോടിയുടെ എന്തോ പദ്ധതിയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വളരെയധികം പുരാതനമായിട്ടുള്ളൊരു മോണ്യുമെന്റ് ആണ്. എല്ലാവർക്കും ഞാനിവിടെ വീടിനകത്തൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ഈ തകഴി ശിവശങ്കര പിള്ളയുടെ ട്രെയിൻ ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുവാണെന്നൊരു സംശയം. ട്രാക്ക് ഓക്കെ. വിയപുരം റൂട്ടിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. വിയപുരം ഹരിപ്പാട് റൂട്ടിലോട്ടാണ് നമ്മളിപ്പോ കയറിയിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാല് സാധാരണക്കാരുടെ ഒരു ഗ്രാമം ഏരിയയാണ്. ആ മെയിൽ പെയ്ത മഴയ്ക്ക് ഈ റോഡോളം വെള്ളം കയറിയതാണ് ആക്ച്വലി. പിന്നെ മഴ കുറഞ്ഞപ്പോഴേക്കും വെള്ളം താഴ്ന്നതാണ് ആക്ച്വലി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കള്ള് ഷാപ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കളെ. കാണാൻ കള്ള് ഷാപ്പിന്റെ ഒരു ഭംഗിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ കള്ള് ഷാപ്പാണ് ഈ കാണുന്നത്. വേണ്ട, അടിപൊളിയല്ലേ മക്കളെ. നോക്ക്, ഇവിടെ ചൂണ്ടിട്ട് വരാല്ല പിടിക്കണം. നല്ല ഭംഗി. പ്രകൃതി തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സാധനം. അതിനകത്തൊരു തർക്കമില്ല. അപ്പോൾ എന്റെ ബാങ്കിൽ കയറി സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തു. അതുവരെയാണ് കഥയുടെ ആദ്യമായ ഫസ്റ്റ് ഹാഫ് എന്നല്ല, തുടക്കം എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ. The main thing has to be revealed. അതെ, എന്താണ് എംഡിയുടെ പ്രൊഫഷൻ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വേറെ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പൊ ചാമ്പ്യൻ come on guys.
ഇല്ല. മൊട്ടത്തലേനാണ് എൻ്റെ ജീവൻ സ്ട്രെങ് എന്ത് വേണേ പറയാം അല്ലേ. എൻ്റെ എല്ലാ ഊർജവും മൊട്ടത്തലേനാണ്. അടിക്കാനായിരുന്നു, പിന്നെ ഒരു മൂടില്ല. ക്യാഷ് അതുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്ത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയണമെങ്കിലും നമുക്കൊരു ഉള്ളിൽ നിന്നൊരു എനർജി വരണ്ടേ. അപ്പോൾ ആ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതല്ല, പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ അതിൻ്റെ കൂടെ ഇവനെയും കൂടെ കൂട്ടുന്നത്. Okay guys, the time has arrived. അതെ, ഇത്രയും കാലം നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ സബ്സ്ക്രൈബർ ബ്രദേഴ്സ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന, MDയോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമല്ല, ഒരുപാട് ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് മൈ ജോബ്? എന്താണ് MDയുടെ പെർഫെക്ഷൻ? അതെ, എൻ്റെ ജോലി എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്നറിയാം. പലപ്പോഴായിട്ട് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അത് ചില പ്രൈവറ്റ് കൺസേൺ കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇനി അതിനകത്തൊരു മാറ്റമില്ല. എൻ്റെ ജോലി എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ദാ കാണ്. എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ജോലിയാണ്. എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്ന ജോബ്, എല്ലാവരും കൊതിക്കുന്ന ഒരു ജോബാണ് ആക്ച്വലി. അതെ, ഐ ആം എ ഗവൺമെന്റ് ബാങ്ക് എംപ്ലോയി. അത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരു ജോലിയാണത്. അതെ, ഒരുപാട് സാലറി കിട്ടുന്ന ജോബ്. One of the most reputed jobs in India. Yes, I am a government employee. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ വക ഒരു ബിഗ് cheers to all. എൻ്റെ ജോലി എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. റിവീൽ ചെയ്തല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇനി അതിനെക്കുറിച്ചൊരു ചോദ്യമില്ല. എന്നാൽ ഇനിയും വരും. ഏതാ ബാങ്ക് എന്നുള്ള ചോദ്യം വരും. അതെ, ഏതാ ബാങ്ക് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊരു സീക്രട്ട് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ അത് എന്നിൽ എന്താണ് എൻ്റെ കൂടെ മണ്ണിൽ അലിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് വേണ്ട. ഇപ്പോൾ ഏതായാലും സിനാറിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ബാങ്കിങ് പ്രൊഫഷനാണ്, ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓറിയൻറ്റഡ് ബാങ്കാണ്. അത്രയും മതി. ബാങ്കിന്റെ പേര് വേണ്ടല്ലോ. 1 മില്യൺ ഫോളോവേഴ്സ് ആവുമ്പോൾ നീ അത് റിവീൽ ചെയ്യുന്നതാണ്. അതെ, 1 മില്യൺ ഫോളോവേഴ്സ് ആവുകയാണെങ്കിൽ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും മറ്റൊരു കാര്യം റിവീൽ ചെയ്യാനുണ്ട്. ഇതെൻ്റെ ആണോ നിന്റെ ആണോ? നിന്റെ. ഞാൻ സോഡ കൂടുതലുണ്ടല്ലോ. ഇതങ്ങോട്ട് റിവീൽ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ചിയേഴ്സ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൈഡ് ഡിഷ്, ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ പഴയ മദ്യപാനി ദി ഡ്രങ്കഡ് ചാനലിൻ്റെ അതേ ഫ്ലോയിലാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വൺ ഓഫ് ദ ട്രേഡ് മാർക്ക് ഡിഷായ പ്രോൺസ് വരട്ടിയത്, ഉലർത്ത്.
ഒരെണ്ണം എടുത്ത് പിടച്ച മോനെ നോക്കട്ടെ. എനിക്കിത് അലർജി വേണം. ഏയ് അതെന്താ അലർജി? എന്തിന്? വല്ലപ്പോഴും കഴിച്ച കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ബ്രോ? ഒരു പ്രോൺസ് അന്നും ഇന്നും അതെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാപ്പിൽ പോയപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത സെയിം തിങ് ആണ് പ്രോൺസ്. എന്നും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നല്ല മസാല, നല്ല സ്പൈസി, മുളകുമായിട്ട് കഴിക്കാൻ ബെസ്റ്റാണ്. ആവശ്യത്തിന് മുളകുണ്ട്, പെപ്പറുണ്ട്, പിന്നെ ആ ഒരു കരകര നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ അല്ല, ഒരു സെമി ആയിട്ട് എല്ലാം അരങ്ങ് ചേർന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റിയെടുത്ത്, അതുകൊണ്ടാണല്ലോ വരട്ടി എന്ന് പറഞ്ഞ ഉലർത്തുന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ. ഫ്രൈഡ് അല്ല, ഇത് അധികം കുക്ക്ഡ് അല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ. കാരണം ഒരുപാട് കുക്ക്ഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്നാണെങ്കിൽ ആ പ്യുവർനെസ് പോകും. ഇപ്പം സീ ഫുഡ് ആയാലും ഏത് ഫിഷ് ഏത് മീറ്റ് ആയാലും എക്സ്പെഷ്യലി സീ ഫുഡ് നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മസാല എല്ലാം കൂടെ കയറി പിടിച്ച് അതിൻ്റെ ഫ്രഷ് ടേസ്റ്റ് പോകും ആ സീ ഫുഡിൻ്റെ. പക്ഷേ ഇതൊരു മൈൽഡ് രീതിയിൽ കുക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സീ ഫുഡിൻ്റെ തനതായിട്ടുള്ള ഫ്ലേവർ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ മസാലയുടെ കൂട്ടും നല്ലതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മസാലയോടെ ചേർത്തങ്ങ് കഴിക്കുമ്പോൾ ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. കൈ അങ്ങോട്ടാണ് പോണത്, ആക്ച്വലി ഇങ്ങോട്ടായിരുന്നു പോവേണ്ടിയിരുന്നത്. ഇങ്ങോട്ട് എടുത്ത് താങ്ങാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അലർജിയാണോ? തൊണ്ട ചൊറിയുന്നു. ഓക്കെ, നമ്മുടെ ബ്രോയ്ക്ക് അറിയാം സ്വാഭാവികമായിട്ട്. എനിക്കും പല അലർജിയുണ്ട്, ഫുഡ് അലർജി. മിക്കവർക്കും ഈ പ്രോൺസ് ഒരു അലർജിയാണ്. അപ്പൊ എന്ത് ചെയ്യും? വെറുതെ അടിക്കാം. ഞാൻ ക്യാഷിനായിട്ട് നമ്മുടെ ജീവനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അലർജിക്കും ബെസ്റ്റ് മെഡിസിൻ ആണ്. അതെ, റമ്മ്. അല്ല ഞാൻ പറഞ്ഞത് പറ്റുന്നില്ല. അലർജിക്ക് ബെസ്റ്റ് റമ്മാണെന്നേ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ റമ്മൊന്നും അല്ല കേട്ടോ കഴിക്കും. ഞങ്ങൾ ഫ്ലേവേർഡ് വാട്ടറാണ് കഴിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ കുടികാരന്മാരാക്കില്ല അല്ലേ. വവ്വാലിൻ്റെ ബ്ലാക്കാണിത്. അതെ, അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂല്ലോ നമുക്കൊക്കെ. ഞങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അല്ല ചേട്ടൻ അവിടെ ഇരുന്നു. അല്ല ഞങ്ങൾ പറയുമായിരുന്നു, ചേട്ടൻ ഫേസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഒരു വിഷയം ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുക, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ ഗാസ്, അപ്പോൾ ഞാൻ നമ്മുടെ ബ്രോയോട് പറഞ്ഞു മറ്റൊന്നുമല്ല. തൊട്ട് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഇഷ്യൂ ഉണ്ടായി. മറ്റൊന്നുമല്ല, അപ്പുറത്തെ ടേബിളിലിരുന്നൊരു നിങ്ങൾ കണ്ടു കാണും ഒരു പക്ഷേ അത് ബ്ലറായിരുന്നു. എനിവേ, അവിടുത്തെ ഒരു പുള്ളിക്കാരന്, ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരന് ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീൽ വന്നു. അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ഫേസ് ഞാൻ ചരിച്ചു വെച്ചതാ, പുള്ളിയുടെ ഫേസ് കയറി വന്നോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് പുള്ളിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഇതിന് മുമ്പുള്ള ഇവിടുത്തെ തന്നെ ഒരു വീഡിയോ നമുക്ക് പുള്ളിക്ക് പ്ലേ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് പുള്ളിക്കൊരു വിശ്വാസം വന്നത്. കാരണം അത് ക്വൈറ്റ് നാച്ചുറൽ. കാരണം ബാറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രൈവസിയുടെ ഏരിയ ആണ്. ഒരു പക്ഷേ വീട്ടിൽ പറയാതെയും നാട്ടുകാർ അറിയാതെയൊക്കെ, എല്ലാവരും അല്ല, മലയാളമാണോ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നമ്മളത് മാനിക്കണം. നമ്മുടെ വീഡിയോയിൽ ഈ 3 വർഷവും നമ്മളത് വളരെയധികം കെയർഫുൾ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരാൾ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇങ്ങനൊരു ചാനൽ കണ്ടക്ട് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. അത് ഞാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബാക്കിലിരിക്കുന്നൊരു ബ്രോ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, നിങ്ങൾ ബ്ലറായിട്ടേ കാണുന്നുള്ളൂ. എനിവേ, അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പെർമിഷൻ ചോദിച്ചത്. അതാണ് MDTV. Cheers. നല്ലൊരു ഡിഷാട്ടോ. ഇവിടുത്തെ ഫുഡെല്ലാം ഹൈ ക്വാളിറ്റിയാണ്, അതിനകത്ത് ഒരു തർക്കമില്ല.
എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വഴറ്റിയതോ എനിഹൗ ഏത് സീ ഫുഡ് മേടിച്ചാലും ഇറ്റ് വിൽ കോസ്റ്റ് യു അറൌണ്ട് 350-400. അത് ഡെഫിനറ്റ് ആണ്. കാരണം നമ്മൾ തന്നെ ഈവൻ നമ്മുടെ സ്വന്തം കൊച്ചിയിലായാലും എപ്പോഴും നമ്മൾ സീ ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ കിങ് ഫിഷ് ആയാലും പ്രോൺസ് ആയാലും ഏത് ഡിഷ് ഓർഡർ ചെയ്താലും എന്തായാലും ഒരു 400+ ആയിരിക്കും. അത് ഇവിടെ ഇറ്റ് കോസ്റ്റ് ബിലോ 300. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഞാൻ മനസ്സിലാക്കിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും മേടിക്കും. കാരണം ഇറ്റ് വിൽ ബി ഹൈലി സാറ്റിസ്ഫൈങ് ആൻഡ് ഹൈലി അഫോർഡബിൾ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് സ്വാഭാവികമായിട്ട് എപ്പോഴും ഫുഡ് മേടിക്കും. ലാസ്റ്റ് ടൈം നമ്മൾ ഇവിടുന്ന് മേടിച്ചത് ചില്ലി ചിക്കൻ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി നീറ്റ് ആൻഡ് വർത്ത്. നിങ്ങൾ എന്നോട് ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം റിക്വസ്റ്റ് അല്ല, പല രീതിയിൽ എന്നോട് ഡീൽ ചെയ്ത കാര്യമാണ് എൻ്റെ പ്രൊഫഷൻ. അതെ, നിങ്ങൾ പലരും ചോദിച്ചു ഞാൻ വെറൊരു യൂട്യൂബർ മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, ബിസിനസ്മാൻ ആണോ, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഒഴിഞ്ഞു മാറിയ കാര്യമായിരുന്നു എൻ്റെ പ്രൊഫഷൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇന്ന് ഞാനത് റിവീൽ ചെയ്തു. അതൊരു പർട്ടിക്കുലർ പേഴ്സൻ്റെ റിക്വസ്റ്റ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമായിരുന്നു. ആക്ച്വലി ഫോക്ക് അല്ല റിക്വയർമെൻറ്റ്. കാരണം ഈ മസാല എല്ലാം കൂടെ കഴിക്കണമെങ്കിൽ ഈ സ്പൂൺ തന്നെയാണ് അതിൻ്റെ പ്രോപ്പർ ഹാൻഡിൽ. എനിക്ക് ഈ മസാല എല്ലാം വേണം. എന്താണ് പക്ഷേ ലാസ്റ്റ് റൗണ്ട് മൈക്കുടിക്ക് സമയമായോ? ആയല്ലേ? It's time for the last round മൈക്കോടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ അൺഒഫീഷ്യൽ ഡ്രസ്സിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആലപ്പുഴ ഹരിപ്പാട് ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ സേവനം അവസാനിപ്പിച്ച് എനിക്ക് ട്രാൻസ്ഫർ വന്നിരിക്കുകയാണ്. മറ്റെവിടേക്കും അല്ല, നമ്മുടെ സ്വന്തം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടനാട് ഏരിയയിലേക്ക്, അതായത് ചമ്പക്കുളത്തേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അതായത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 minutes ബൈ ബൈക്ക് ഓർ കാർ ആണ് അവിടുത്തെ ട്രാവൽ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടുന്ന് റിലീവായി ഈ ചമ്പക്കുളത്തെ മണ്ണിലാണ്, കുട്ടനാടൻ മണ്ണിലാണ് ഇനി ഞാൻ ജോലി ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഈ ഏരിയയിലെ സേവനം ഞാൻ നിർത്തുവാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്.